പ്രിയ സജ്ജനങ്ങളെ, ഗുരുദേവ ഭക്തരെ, ഗുരുവിൻ്റെ മുഴുവൻ കാഴ്ചപ്പാടുകളെയും ദർശനത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുദേവൻ്റെ ശിഷ്യനായ ആത്മാനന്ദ സ്വാമി രചിച്ചതും എല്ലാ ശ്ലോകവും ഗുരുവിന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്ത് തിരുത്തലുകൾ വരുത്തിയതും ശ്രീനാരായണ ഗുരുവിൻ്റെ പാത പിന്തുടർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സമ്പൂർണ്ണ വഴികാട്ടിയുമായിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം എന്ന കൃതി. 295 പദ്യങ്ങളാണ് ഈ കൃതിയിലുള്ളത്. ഗുരുവിൻ്റെ അനുയായികൾ പിന്തുടരുന്ന ഒരു മാർഗരേഖയായിട്ടിത് മാറിയിട്ടുണ്ട്. നമുക്ക് നിത്യജീവിതത്തിൽ നിരവധി കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം തന്നെ ശരിയോ തെറ്റോ എന്നൊന്നും നിർണയിക്കാൻ കഴിയുന്ന മാനദണ്ഡം നമ്മുടെ കൈവശമില്ല. മിക്ക ആളുകളും അവരവർക്ക് തോന്നുന്നത് പോലെ ജീവിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഗുരുവിൻ്റെ മാർഗത്തെ അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങൾക്ക് എപ്പോഴും മുമ്പിൽ ഒരു മാർഗരേഖ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും മനുഷ്യജന്മത്തിൻ്റെ പ്രഹേളിക നിറഞ്ഞ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റു ജീവികൾക്ക് ഉള്ളതുപോലുള്ള ഒരു യാന്ത്രികമായ ജീവിതമല്ല മനുഷ്യൻ്റേത്. മറ്റു ജീവികൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറിക്കഴിഞ്ഞാൽ സ്വതവേ ഒരു സംതൃപ്തി ഉണ്ടാകുന്നുണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ തന്നെ അവരുടെ ഭക്ഷണം, ഇണ, ഏറിക്കിടക്കാനുള്ള ഇടം, ഇതൊക്കെയാണ് അവരുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യൻ ഇതിലൊന്നും പൂർണ്ണമായിട്ട് തൃപ്തനല്ല. അവന് ആവശ്യത്തിന് ഭക്ഷണം കിട്ടിയാലും വസ്ത്രം കിട്ടിയാലും പാർപ്പിടം കിട്ടിയാലും അവൻ്റെ മനസ്സ് വീണ്ടും അസംതൃപ്തമായി തന്നെ ഇരിക്കുന്നു. മാനവരാശിക്ക് അതുകൊണ്ട് കൃത്യമായ ഒരു ജീവിത പന്ഥാവ് വേണം, ഒരു വഴിത്താര വേണം. എന്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്? മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പുണ്ടോ? എത്തിച്ചേർന്ന ആളുകൾ ആരൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് സംശയമാണ്. ഈ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്ന ഒരു കൃതിയാണ് ശ്രീനാരായണ ധർമ്മം. ശ്രീനാരായണ ഗുരുദേവൻ ഏതൊരു ഉൾക്കാഴ്ചയോടുകൂടിയിട്ടാണ് അരിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തി, ശിവഗിരിയിൽ ഒരു ആശ്രമം സ്ഥാപിച്ച്, ആലുവയിൽ ഒരു അദ്വൈതാശ്രമം സ്ഥാപിച്ച് ബ്രഹ്മവിദ്യ ലോകത്തിന് പകർന്നു കൊടുക്കാൻ ശ്രമിച്ചത്. ഇതൊക്കെ ഏത് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. വെറുതെ ഒരു കല്ലെടുത്ത് വെക്കുകയല്ല, നിങ്ങൾ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. വെറുതെ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ തോന്നുന്നതെല്ലാം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഗുരുവിന് ലോക ജീവിതത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ഉൾക്കാഴ്ചയുണ്ടായിരുന്നു, ഒരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ നമ്മൾ പഠിക്കണം. നമുക്കും ആ വിഷൻ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനും നമ്മളുമായി ബന്ധപ്പെട്ട ലോകവുമായിട്ട് ഇടപഴകുമ്പോൾ ആ വിഷൻ നമുക്ക് ലോകത്തിന് പകർന്നു കൊടുക്കാൻ കഴിയണം. പ്രത്യേകിച്ചും മനുഷ്യജീവിതം 4 ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ആദ്യത്തെ ലക്ഷ്യം പറയുമ്പോൾ അതിന് ധർമ്മം എന്ന് പറയും. അവസാനത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. മോക്ഷത്തെ പരമപുരുഷാർത്ഥം, പരമമായ ലക്ഷ്യമാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യമാണ് മോക്ഷം. മോക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദുഃഖത്തിൽ നിന്നുള്ള മോചനം എന്നാണ്. സുഖത്തിലെ സ്ഥിതിയാണ് മോക്ഷം. അപ്പോൾ ധർമ്മം എന്താണ്? ഇനി ധർമ്മത്തിൻ്റെ ഇടയിൽ വരുന്നത് എന്താണ്? ധർമ്മം കഴിഞ്ഞാൽ അർത്ഥം, കാമം, ഈ 2 പുരുഷാർത്ഥങ്ങൾ കൂടിയുണ്ട്. അർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥം സമ്പത്ത് എന്നാണ്. കാമം എന്ന വാക്കിൻ്റെ അർത്ഥം സുഖവിഷയങ്ങളിലുള്ള അഭിരമനം എന്നാണ്. ധർമ്മം
എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ധർമ്മത്തിലൂടെ മാത്രമേ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ധർമ്മം എന്നത് മോക്ഷത്തിലേക്കുള്ള ഒരു പടിവാതിലാണ്. ധർമ്മത്തെ അവഗണിച്ചുകൊണ്ട് മോക്ഷം പ്രാപിക്കാൻ കഴിയുമോ? അത് അസാധ്യമാണ്. അതുകൊണ്ട് ധർമ്മത്തെ മാനിക്കേണ്ടതുണ്ട്, ധർമ്മത്തെ പരിഗണിക്കേണ്ടതുണ്ട്, ധർമ്മം അനുഷ്ഠിക്കപ്പെടേണ്ടതും കൂടിയാണ്. ധർമ്മം എന്ന് പറയുന്നത് അനുഷ്ഠേയമാണ്, ചെയ്യേണ്ടതാണ്. ധർമ്മം എവിടെയാണ് പ്രസക്തമായി വരുന്നത്? കർമ്മത്തിലാണ് പ്രസക്തമായി വരുന്നത്. കർമ്മം എവിടെയുണ്ടോ അവിടെ ധർമ്മത്തിനും പ്രസക്തിയുണ്ട്. ചെറിയ ഒരു കർമ്മം ചെയ്യുമ്പോൾ പോലും ആ കർമ്മത്തിൽ ധർമ്മവിഹിതമായ ഒരു വശം ഉണ്ടോ എന്ന് നാം ആലോചിക്കണം. ഈ ആലോചനയാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം സാമാന്യം ഏതത് പശുഭിഹി നരാണാം. പശുക്കൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ഇവയൊക്കെ ഒരുപോലെയാണ്. എന്നാൽ അവയിൽ നിന്നും വ്യത്യസ്തമായിട്ട്, പശുക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യൻ എന്താ ഉള്ളത്? ധർമ്മം. ധർമ്മമാണ് പശുക്കളെ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. ധർമ്മത്തിൽ പ്രതിഷ്ഠിതമായിരിക്കണം മാനവ ജീവിതം എന്ന് ഗുരു സമ്മതിച്ചു തന്നിരിക്കുന്നു. ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്യാസി ശിഷ്യന്മാരുടെ ആഗ്രഹപ്രകാരമാണ് ഗുരു ഈ സമ്മതം കൊടുത്തത് ധർമ്മശാസ്ത്രം രചിക്കാനായിട്ട്. ഗുരുദേവ കൃതികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 60-ലധികം വരുന്ന കൃതികളുണ്ട്. ഗുരുദേവ കൃതികളാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇത് ഗുരുവിൻ്റെ തന്നെ ശിഷ്യനായിട്ടുള്ള ആത്മാനന്ദസ്വാമി ഗുരുദേവന്റെ കൃതികളുടെ സാരത്തിൽ നിന്ന് എടുത്തിട്ട് ഗുരുവിൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് ലോകത്തിന് എഴുതി കൊടുത്തത്. ഇത് കൃതികൾക്ക് തൊട്ട് താഴെ വരുന്ന ഒരു സ്ഥാനമാണ് ധർമ്മശാസ്ത്രത്തിനുള്ളത്. ഭാരതീയ ദാർശനിക സാഹിത്യത്തിൽ 2 തരം കൃതികളുണ്ട്. ഒന്ന് ശ്രുതി എന്ന കൃതികളും സ്മൃതി എന്ന കൃതികളും. വേദങ്ങൾ ശ്രുതിയാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ നേരിട്ട് കൊടുത്തിട്ടുള്ളതാണ് ശ്രുതി. വേദം അങ്ങനെയുള്ള കൃതികളാണ്, ഈശ്വരന്റെ നേരിട്ടുള്ളതാണ്. അതിൽ മനുഷ്യന്റെ സ്പർശമില്ല. പക്ഷേ ഈശ്വരനെ പേന പിടിച്ചെഴുതാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കും ചിലർ. അസംബന്ധം പറയുന്നു എന്ന് പറയും. അങ്ങനെയല്ല. ഋഷി എന്ന് പറയുന്നത് എഴുതി തന്നിട്ടുണ്ടെങ്കിലും അവർ അതിൻ്റെ കർത്താക്കളല്ല എന്ന് അവർ പറയും. അവർ പിന്നെ ആരാണ്? ദ്രഷ്ടാക്കളാണ്. അവർ ദ്രഷ്ടാക്കളും ശ്രോതാക്കളുമാണ്. വേദത്തെ കാണുകയും കേൾക്കുകയും ചെയ്തവരാണ്. എങ്ങനെ കാണുന്നത്? അവരുടെ തെളിഞ്ഞ ബുദ്ധിയിൽ ഈശ്വരൻ തെളിയിച്ചു കൊടുക്കുന്നതാണ് വേദം അവർക്ക്. കേൾക്കുന്നത് എങ്ങനെയാണ്? ഈശ്വരൻ്റെ നേരിട്ടുള്ള സ്വരം പ്രണവമായിട്ട് കേൾക്കുകയാണ് അവർ. അങ്ങനെ വേദം കേട്ടവര് ആണ് ആദ്യത്തെ ഋഷിമാര്. അവരത് കേട്ടത് മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുത്തു. അങ്ങനെ വാങ്മയമായ വേദം വാമൊഴിയായിട്ടാണ് ലോകത്തിന് ആദ്യം പകർന്നു കിട്ടിയത്. വർഷങ്ങളോളം ഋഷികൾ വേദം അടുത്തിരിക്കുന്ന ശിഷ്യന്മാർക്ക് വാമൊഴിയായിട്ട് പറഞ്ഞു കൊടുത്തു. അത് ആയിരക്കണക്കിന് വർഷം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഈ വേദം വേദവ്യാസൻ എഴുതി വെച്ചു. വ്യാസൻ ഈ കൃതികൾ എഴുതി വെച്ചത് കൊണ്ടാണ് വാസ്തവത്തിൽ വേദവ്യാസൻ എന്ന് പേര് വന്നത്. വ്യാസന്റെ പേര് യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്നാണ്. ദ്വീപിൽ ജനിച്ചത് കൊണ്ട് ദ്വൈപായനൻ എന്നും പേരുണ്ട്. കൃഷ്ണ ദ്വൈപായനൻ. ദ്വീപിലാണ് വ്യാസൻ ജനിച്ചത്, അതുകൊണ്ട് ദ്വൈപായനൻ. അപ്പൊ കൃഷ്ണദ്വൈപായനൻ വ്യാസനായത് വേദത്തെ വ്യസിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് വേദവ്യാസൻ എന്ന പേര് കിട്ടി. വേദങ്ങൾ പിന്നെ കാലങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് നശിച്ചു പോകാതെ ഇപ്പോൾ ലിഖിത രൂപത്തിൽ നമുക്ക് ലഭ്യമാണ്. പക്ഷെ അതിലൊരു ദോഷവും കൂടിയുണ്ട്. ആചാര്യന്റെ സമക്ഷത്തിൽ നിന്നും വാമൊഴിയായിട്ട് പ്രവഹിച്ചിരുന്ന വേദം ഗ്രന്ഥരൂപത്തിൽ വന്നപ്പോൾ
ആളുകൾ അത് ഒറ്റയ്ക്ക് എടുത്തു വെച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വേദത്തിന് അപചയം ഉണ്ടായി. വേദം ഒരിക്കലും അനുഭവസ്ഥരല്ലാത്ത ഒരാളിൽ നിന്നും കേൾക്കാൻ പാടില്ല. ഒരു ജ്ഞാനിയിൽ നിന്ന് അത് കേൾക്കുമ്പോൾ അത് ചൈതന്യവത്തായിട്ട് തീരുള്ളൂ. അങ്ങനെ ആണ് തലമുറകളിലൂടെ വേദം വന്നിട്ടുള്ളത്. വേദം എന്താണ് യഥാർത്ഥത്തിൽ? വേദം പരമപുരുഷാർത്ഥമായ ആത്മാവിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് വേദം. വേദത്തിന് ലക്ഷ്യമുണ്ട്. അറിവ് ആണ് വേദം. ആ അറിവ് മനുഷ്യനെ പ്രബുദ്ധമാക്കുകയും സ്വതന്ത്രനാക്കുകയും ചെയ്യുന്നു. ആ വേദം ശ്രീനാരായണ ഗുരുവിൽ എത്തി നിന്ന് ആ വേദമാണ് ഗുരുദേവ കൃതികളിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. ചതുർവേദങ്ങളിൽ ഉള്ള സാരമാണ് ഗുരുദേവ കൃതി എന്ന് പറയുന്നത്. കൃതികളെല്ലാം തന്നെ ആ സാരം ആണ് പ്രഥമമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. പ്രാധാന്യവും ഓതന്റിസിറ്റിയും കൊടുക്കേണ്ടത് ഗുരുദേവ കൃതികൾക്ക്. പക്ഷെ ഗുരുദേവ കൃതികൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള പ്രാപ്തി, യോഗ്യത എന്ന് പറയും. അത് കൈവരിക്കണമെങ്കിൽ ചില നിഷ്ഠകൾ നമ്മുടെ ജീവിതത്തിൽ വേണം. അത്തരം പ്രാകൃത മനസ്സുള്ള ഒരു വ്യക്തിക്ക് ഗുരുദേവ കൃതികളുടെ അന്തസ്സാരം ഋഷികൾക്ക് തെളിഞ്ഞതുപോലെ തെളിയില്ല. അത് നമ്മളുടെ മനസ്സ് കണ്ണാടി പോലെ തെളിച്ചമുള്ളതാക്കി തീർക്കണം. അതിനുവേണ്ടിയാണ് ഈ വേദം ഗുരു പറഞ്ഞത്. അപ്പൊ വേദം ഗുരുദേവനിലൂടെ വന്നു, അത് നമ്മൾ കേട്ടു. അത് ആത്മോപദേശ ശതകം പോലുള്ള കൃതികളൊക്കെ വേദമാണ്. ആ വേദം നമ്മൾ പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എത്ര പ്രാവശ്യമാണ് ആളുകൾ പഠിക്കുന്നത്? ദർശനമാല പഠിക്കുന്നു, മനസ്സിലാകുന്നില്ല. എന്തേ മനസ്സിലാകാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ മനസ്സിൽ ഇതിരിക്കില്ല. ഇരിക്കാതിരിക്കാൻ കാരണം എന്താ? മനസ്സിൽ മാലിന്യമുണ്ട്. മനസ്സിൽ മാലിന്യമുണ്ടെങ്കിൽ വേദം അവിടെ ഇരിക്കില്ല. നിങ്ങളുടെ ഹൃദയം പാവനമാക്കി വെച്ചാലാണ് വേദം അവിടെ ഇരിക്കുള്ളൂ. ആ വേദം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ ഹൃദയം പാവനമാക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു മഹാത്മാവ് കയറി വരണമെങ്കിൽ നിങ്ങളുടെ വീട് പാവനമാക്കി വെക്കണ്ടേ? ഒരു അതിഥി കയറി വരുന്നതിന് മുമ്പ് നിങ്ങൾ വീട് വൃത്തിയാക്കി വെക്കുക. അതുപോലെ പരമപരിശുദ്ധമായ വേദം, ഗുരുദേവ വാണി നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ അകം വൃത്തിയാക്കണം. അകം വൃത്തിയാക്കാനാണ് വാസ്തവത്തിൽ ഈ ഗുരുദേവന്റെ, ശ്രീനാരായണ ഗുരുവിന്റെ സ്മൃതി ആയിട്ടുള്ള ധർമ്മശാസ്ത്രമായ ഈ ഗ്രന്ഥം പഠിക്കുന്നു. നമ്മൾ നമ്മെ ഒരുക്കുന്നു, തയ്യാറെടുപ്പിക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. നമ്മളെ ഗുരുദേവ വാണികളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനായിട്ട് നമ്മളെ തയ്യാറെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശ്രീനാരായണ ധർമ്മം എന്ന കൃതി നമുക്ക് പഠിപ്പിക്കുന്നു. നമ്മൾ ജീവിതം കൊണ്ട് നമ്മളെ ഒരു ക്ഷേത്രമാക്കി മാറ്റണം. ജീവിതം കൊണ്ട് നമ്മളെ ഒരു ക്ഷേത്രമാക്കി മാറ്റണം. ഈ ക്ഷേത്രത്തിലല്ലേ വേദം പ്രതിഷ്ഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഒരു സ്വയം ക്ഷേത്രമല്ലെങ്കിൽ അവിടെ വേദത്തിനിരിക്കാൻ പറ്റുമോ? ഗുരുദേവവാണിയാകുന്ന വേദത്തിന് അവിടെ ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് സ്വയം ക്ഷേത്രമാകണം നമ്മൾ ഓരോരുത്തരും. ലോകത്ത് നൂറുകണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ നിങ്ങളൊരു ക്ഷേത്രമായി തീരണമെന്ന് ഗുരുവാണ് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരു ക്ഷേത്രമാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ഭഗവാൻ കൃഷ്ണനും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈ ശരീരം ഒരു ക്ഷേത്രമാണ്. നമുക്ക് നമ്മെ ക്ഷേത്രമാക്കണം. ധർമ്മത്തിൻ്റെ മാർഗത്തിലാണ് നമുക്ക് സ്വയം ക്ഷേത്രമാകാൻ കഴിയുള്ളൂ. അത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും. ലോകത്ത് നൂറുകണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ നിങ്ങളൊരു ക്ഷേത്രമായി തീരണമെന്ന് ഗുരുവാണ് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരു ക്ഷേത്രമാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ഭഗവാൻ കൃഷ്ണനും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈ ശരീരം ഒരു ക്ഷേത്രമാണ്. നമുക്ക് നമ്മെ ക്ഷേത്രമാക്കണം. ധർമ്മത്തിൻ്റെ മാർഗത്തിലാണ് നമുക്ക് സ്വയം ക്ഷേത്രമാകാൻ കഴിയുള്ളൂ. അത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നമുക്ക് അറിയാമെന്ന തോന്നലുകൾ ആദ്യം കളയണം. ധർമ്മം ചെയ്യേണ്ടതാണ്.
അപ്ലിക്കബിൾ ആണെന്ന് പറയാം ധർമ്മം. തിയററ്റിക്കൽ അല്ല. നിങ്ങൾ ചെയ്യേണ്ടതാണ്, 100% ചെയ്യണം. എന്നാൽ മാത്രമാണ് ധർമ്മം പ്രയോഗത്തിൽ. ധർമ്മത്തിന് കർത്തവ്യം എന്നും അർത്ഥമുണ്ട്. ചെയ്യേണ്ടത് ധർമ്മത്തിൻ്റെ ഒരു അർത്ഥമാണ്. ധർമ്മം എന്ന വാക്കിൻ്റെ മൂലമായ അർത്ഥം ധൃ എന്ന ധാതുവിൽ നിന്നാണ് ധർമ്മം എന്ന വാക്കുണ്ട്. ധൃ എന്ന ധാതു. ധൃ എന്നാൽ താങ്ങി നിർത്തുക എന്നർത്ഥം. ധരതി ഇതി ധർമ്മ. ഈ പുസ്തകത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്നു. പുസ്തകം താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നതാണ്. എന്തിലാണ് താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നത്? ഈ കൈപ്പത്തിയിലാണ്, ഈ കയ്യിലാണ് ഇരിക്കുന്നത്. കൈയാണ് ധർമ്മം. കൈ എങ്ങനെയാണോ വർത്തിക്കുന്നത് അതുപോലെയാണ് ധർമ്മം വർത്തിക്കുന്നത്. ഈ ലോകം മുഴുവനും ഒരു കോട്ടവും കൂടാതെ താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നത് ധർമ്മത്തിലാണ്. ധർമ്മമാണ് ഈ വൃക്ഷങ്ങളൊക്കെ ഇവിടെ വളർത്തുന്നത്. ധർമ്മമാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. നമുക്ക് ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഭരണഘടനയില്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതാണ് പിന്നെ ജീവിതക്രമം ഉണ്ടാകും. അങ്ങനെയല്ല, ഓരോരുത്തർക്കും അർഹമായ ജീവിതം കിട്ടണം. അതാണ് ആവശ്യം നമുക്ക്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അർഹമായത് കിട്ടണം. അതിന് ധർമ്മം പ്രവർത്തിപ്പിക്കണം. ഭാരതത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ആ ഭരണഘടനയുടെ കർത്താക്കന്മാർ ധർമ്മത്തെ നല്ലവണ്ണം ആലോചിച്ചിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായി ധർമ്മത്തിന് നിരക്കുന്ന ഒരു ഭരണഘടനയാണെന്ന് പറയാൻ പറ്റും. കാരണം ധർമ്മത്തെ സാധാരണ ബുദ്ധി കൊണ്ട് അളക്കാവുന്നതല്ല. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ വഴി ഗഹനമാണെന്ന് കൂടി ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട് ഭഗവത്ഗീത. ഗഹനമാണ്, മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് പ്രിയകരമായത് നിങ്ങൾക്ക് പ്രിയങ്കരമായി തീരണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് നല്ലതാണെന്ന് വിചാരിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മോശമാണെന്ന് തെറ്റിദ്ധരിക്കാം, ചിന്തിക്കാം. പ്രിയങ്കരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ വേറെ ഒരാൾക്ക് ദുഃഖമായി എന്നൊക്കെ വരാം. എന്നിരുന്നാലും ആത്യന്തികമായി ഒരാളുടെ ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സുഖം പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ധർമ്മം തന്നെയാണ്.